ആഗ്രഹ സാഫല്യത്തിന് മകളുമായി എത്തിയ അമ്മയെ SSLC പരീക്ഷയുടെ തുടക്കത്തിലാണ് കണ്ടത്. 8ാം ക്ലാസ്സിലായപ്പോഴേ എനിക്ക് തോന്നി ഇവളെ 10ൽ എനിക്ക് പരീക്ഷ എഴുതിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ അത് സാധിക്കുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കൊണ്ട് സാധിച്ചു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു സന്തോഷം. ആഗ്രഹം പൂർത്തിയാക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയവരെയും അന്ന് കണ്ടു. വാർത്തയറിഞ്ഞെത്തിയവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ചിലർ കാര്യങ്ങൾ അഭിനന്ദനത്തിൽ മാത്രം ഒതുക്കിയില്ല. മാതൃഭൂമി ന്യൂസ് വളരെ നല്ല നിലയിലാണ് കവർ ചെയ്തത്. അതിനുശേഷം ഒരുപാട് പേർ ഈ പുറം ലോകം അറിയാൻ ഇടയായി. ഈ വീട്ടിന്റെ അവസ്ഥ, കുഞ്ഞിന്റെ അവസ്ഥ, ഇവരുടെ വീട്ടിന്റെ ഭൗതിക സാഹചര്യം, അങ്ങനെ നിരവധിയായിട്ടുള്ള സഹായങ്ങൾ പല തോതിൽ ലഭിക്കുകയും നിംസ് മെഡിസിറ്റി അവസാനം ഈ വീട് പൂർത്തീകരിക്കുകയും ചെയ്തു. SSLC പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കിയ ശ്രീകുട്ടിക്ക് ആദരം. പുതിയ വീട് സ്നേഹസമ്മാനം. ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം തുടങ്ങിയ വീട് പൂർത്തിയാക്കാൻ നിംസ് മെഡിസിറ്റി സഹായവുമായി എത്തി. പണി ഇത്രയും ചെറുതായിട്ടൊക്കെ ആയിട്ടുള്ളൂ, ഇനി ഒരുപാട് പൂർത്തീകരിക്കണം. അപ്പൊ സാർ പറഞ്ഞു നോക്കട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സാർ പോയി. സാർ ഇങ്ങനെ ഇന്നാണ് ഞാൻ അറിയണത് നിംസിലെ സാറാണ്, വെസക്കാൻ സാറാണ് ഇതിനു വേണ്ടി പിള്ളേക്ക് വേണ്ടി വീട് വെച്ച് നൽകാൻ വേണ്ടി പരിശ്രമിച്ചത്. ആഗ്രഹങ്ങളിലേക്ക് നടക്കുന്നതാണ് ഈ അമ്മയ്ക്ക് പ്രിയം. ഇടയ്ക്കൊപ്പം നടന്ന് ഈ അമ്മയ്ക്ക് പുഞ്ചിരി സമ്മാനിക്കാനായതിൽ സന്തോഷമെന്ന വാക്കുപോലും ചെറുതാണ്. രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തിരുവനന്തപുരം ബ്യൂറോയിലേക്ക് മാറിയിട്ട് ആദ്യം എഴുതുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു വാർത്തയാണ് അത്. ഇത്രയും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അതിലേറെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ കഴിയുന്നത് രാഹുലിനും കൂടുതലൊരു ആത്മസംതൃപ്തിയും കൂടെ കിട്ടുന്ന കാര്യമാണ്. എങ്ങനെയാണ് അവർക്ക് ആ ഒരു വലിയ സന്തോഷത്തിന് അവസരം ഒരുങ്ങിയത്? ദിവീഷെ, അശ്വതിയുടെ വരികളുണ്ട്. അതായത് നമുക്ക് ആരുമല്ലാത്തവർ നമുക്ക് തരുന്ന നാരങ്ങാമുട്ടയുടെ മാധുര്യമാണ് ജീവിതത്തിലെ ഏറ്റവും അതിൻ്റെ സത്തമായ ഒരു മാധുര്യം അല്ലെങ്കിൽ മധുരം എന്ന് പറയും. അതേപോലെ 2 ദിവസം മുമ്പാണ് ഈ കോള് വരുന്നത്. ആ കോളിൽ ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് വിളിച്ചത്. സ്മിത ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, മോള് 10ാം ക്ലാസ് ജയിച്ചു കേട്ടോ, നിങ്ങളന്ന് വന്നതല്ലേ. പിന്നെ ആ വാർത്ത കണ്ടിട്ട് കുറേ പേര് വീട്ടിൽ വന്ന് അഭിനന്ദനം അറിയിച്ചു. വീട് കണ്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞു നമുക്ക് ഈ വീടൊന്ന് മാറ്റി പണിയാം എന്ന് പറഞ്ഞ് കുറേ പേര് സഹായിച്ചു എന്ന് പറയുന്ന രീതിയിൽ ഒരു മിഠായി, ഒരു മാധുരി, ഒരു മധുരം എനിക്ക് അവിചാരിതമായി കിട്ടിയാണ്. ദിവിഷേട്ടൻ സൂചിപ്പിച്ചതുപോലെ മാർച്ചിൽ ചെയ്ത സ്റ്റോറിയാണ്. അതിൽ നമ്മൾ ചെയ്തൊരു സ്റ്റോറിയിൽ മാറ്റം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഭയങ്കര രസമായി തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. അമ്മയെ വിളിച്ചപ്പോഴും അമ്മ പറഞ്ഞ് നമ്പർ കയ്യിൽ നിന്ന് പോയി, പക്ഷേ ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ആ മനോഹരമായ നിമിഷമുണ്ടായി. ലൈഫ് പദ്ധതി വഴി വീട് കുറച്ച് പണിത നിലയിലായിരുന്നു. പിന്നീടാണ് നിംസ് ആശുപത്രിയിൽ നിന്ന് ആളുകളെത്തി ഈ പറയുന്ന സഹായം കൊടുത്തത്. എന്തായാലും വലിയ സന്തോഷം. ഞാൻ പറഞ്ഞതുപോലെ അമ്മ ആഗ്രഹത്തിന് പുറകെയാണ്. മോളെ 10ാം ക്ലാസ് എഴുതി SSLC പൂർത്തിയാക്കി മോള് ഇപ്പോൾ നല്ല വീടായി. അങ്ങനെ ആ അമ്മ മുന്നിലേക്ക് പോവുകയാണ്. ഒപ്പം നടക്കാൻ ഇടയ്ക്ക് സമയം കിട്ടി. ആ നടന്ന വഴിക്ക് ഒരു കഥയുണ്ടായി, ആ കഥയ്ക്ക് ഒരു ഫലം ഉണ്ടായി എന്നുള്ളതാണ് സത്യത്തിൽ. ശരിയാണ്, സന്തോഷത്തിൻ്റെ നിമിഷമാണ് അമ്മയുടെ മനസ്സ് നിറയട്ടെ, കണ്ണ് സന്തോഷം കൊണ്ട് നിറയട്ടെ. ശരി രാഹുൽ.